കൂട്ടുകാർക്ക് ശുഭദിനം തരുന്നുണ്ട്. നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനോഹർ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വന്ദനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണേ. അങ്ങനെ പോയിട്ട് കാറിലേക്ക് കയറിയിട്ടാണ് കയ്യിലിരിക്കുന്ന കവർ തുറന്നു നോക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തൊരു ചെക്ക്. വീണ്ടും ചെക്കോ എന്ന് കരുതിയിട്ട് അത് തുറന്നു നോക്കുകയാണ്. ഒറ്റ 10 100 ഇങ്ങനെ എണ്ണുവാണ്. ലക്ഷം കോടി, എന്റെ ഭഗവാൻ, 1 കോടി രൂപയുടെ ചെക്കോ. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ 2 കോടി രൂപയുടെ ചെക്ക് വന്നിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞ് ഞാൻ വന്ദനയുടെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ 2 കോടി രൂപ എനിക്ക് സ്വന്തം. പിന്നെ ബഗാസുര, നീ നിന്റെ മോളും ഒക്കെ എന്ത് നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി നിന്റെ മോളെ ഞാൻ വെച്ചോണ്ടിരിക്കുവോ? ഒരു കാരണവശാലും ഇല്ല. ഞാൻ വന്ദനയോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ പോവാ. ഇനി ഈ മനോഹറിന്റെ കയ്യിലേക്ക് കോടികൾ എങ്ങനെ ഒഴുകിയെത്തും? അങ്ങനെ ദിവാസ്വപ്നമൊക്കെ കണ്ട് മനോഹർ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം കല്യാണി കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കല്യാണി കിരണിനോട് പറഞ്ഞു, എനിക്ക് തോന്നേ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അയാളെ വെറുതെ വിടില്ലെന്ന് പറയണം. അയാൾക്കുള്ള ശിക്ഷ തന്നെയല്ലേ ആ മനോഹർ. ആ മനോഹറിനെ വെച്ച് നമുക്കൊരു കളി തന്നെ കളിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കിരൺ ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇപ്പം മനോഹറിനെ നമ്മള് എതിരിടുന്നില്ല. കാരണം അവന് കുറച്ച് അവകാശം കൂടെ കൊടുക്കുക. അവൻ കുറച്ച് കിടന്ന് ഇങ്ങനെ നാടകം കളിക്കട്ടെ. അവൻ എത്ര വരെ ഓടൂന്നറിയാം. അവൻ ഓടി ഓടി മടുക്കണം. അവസാനം അവന്റെ ഓട്ടം നിർത്താനായിട്ട് നമ്മൾ പാടുള്ളൂ. അങ്ങനെ ഇടപെടിന്ന് കയറി ഈ കളിയും കൂടെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് ശരിയാവത്തില്ലോ. അവൻ രക്ഷപ്പെട്ട് പോകത്തില്ലേ? രാഹുലിട്ടുള്ള എന്നാലും 8ന്റെ പണിയും കൂടെ ഈ മനോഹർ. അവന്റെ മോള് കിടന്ന് കരയണം. നമ്മളോട് ചെയ്ത ഓരോ ക്രൂരതയ്ക്കും അവനിങ്ങനെ അവനോട് എണ്ണി എണ്ണി നമുക്ക് പകരം ചോദിക്കണം എന്നൊക്കെ കല്യാണി പറയാണ്. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണിന്റെ ഫോൺ ബില്ലടിച്ച് കാർത്തിയായിരുന്നു വിളിക്കണേ. പിന്നീട് കാർത്തി വിളിച്ചിട്ട് പറഞ്ഞു, കല്യാണി എവിടെയാന്ന് ചോദിക്കാം. ഞാൻ വീട്ടിലാ. എന്താ കാർത്തിയേച്ചിന്ന് ചോദിക്കാം. അതെ, എത്രയും പെട്ടെന്ന് നമ്മളെ സ്ഥിരം കയറാനുള്ള ടെക്സ്റ്റൈൽ ഷോപ്പില്ലേ, അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാം. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പെട്ടെന്ന് തന്നെ വരണമെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക് കോള് കെട്ടിയ. ആ സമയം കിരൺ ചോദിച്ചു, ആരാ കല്യാണി, എന്താന്ന് ചോദിക്കാം. കാർത്തിയേച്ചാ, നമ്മൾ സ്ഥിരം കയറാനുള്ള ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഒന്ന് ചെല്ലണമെന്ന്. എന്തേലും കാരണമില്ലാതെ കാർത്തിയെ വിളിക്കില്ലോ, അന്ന് ഇപ്പൊ തന്നെ പോയിക്കോളാൻ പറയണം. അങ്ങനെ കല്യാണി പെട്ടെന്ന് തന്നെ പോവുകയാണ്. പിന്നീട് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും കാർത്തിക അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ ചേച്ചി, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. അത് പിന്നെ അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെന്ന് പറയണം. ഇങ്ങോട്ടോ? അത് ഞാൻ കണ്ടു എന്ന് പറയണം. അവൻ ഇതിനകത്തുണ്ടെന്ന് പറയണം. ഈ സമയത്ത് ഗംഗാപ്രസാദ് നോക്കിയപ്പോൾ കല്യാണിയും കാർത്തികയും കൂടെ സംസാരിക്കുന്നുണ്ട്. ദൈവമേ, പെട്ടത് തന്നെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടണമല്ലോ. അവൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടുവാണ്. മുകളത്തെ നെല്ലിലേക്ക് ഓടിക്കേറിപ്പോയി. അപ്പൊ ജെൻസിന്റെ സെക്ഷൻ അവിടെയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫിനെ വന്നിട്ടിച്ചു. എന്താ എന്താ സാർ വേണ്ട, എന്താ നോക്കണമെന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് പിന്നെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം, അവന്റെ വായും മൂക്കും കൂടെ പൊത്തുവാണ്. നേരെ അങ്ങോട്ട് ലിഫ്റ്റിന് അങ്ങോട്ടേക്ക് കയറ്റിയിട്ട് എന്ത് ചെയ്യണം, അവനെ ഒരു പരുവാക്കി അവിടെ ഇട്ട് ഇടിച്ച് ഇഞ്ച പരുവാക്കിയിട്ട് അവന്റെ ഡ്രസ്സ് അങ്ങ് എടുത്തു. അവന്റെ ഡ്രസ്സ് ഊരിയിട്ട് അവൻ ധരിക്കും, ഗംഗാപ്രസാദ് ധരിക്കുകയാണ്. പിന്നെ ഒരു തൊപ്പി മാസ്ക് കൂടെ വെച്ചു. ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇറങ്ങി വന്നു. ഈ സമയം കാർത്തികയും കല്യാണിയും കൂടെ അവിടെയെല്ലാം നോക്കുവാണ്. ഇവിടെയും കണ്ടില്ല. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന് സ്റ്റാഫിനെ വിളിച്ചു, അല്ല ഇവിടെ കൈനീളമുള്ള ഒരു ബ്ലൂ കളറ് ബനിയൻ ധരിച്ചൊരു പുരുഷനെ കണ്ടാലും ചോദിക്കുക. ഇപ്പോഴങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ എന്ന് പറയണം. അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും ഇല്ല. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഡ്രസ്സൊക്കെ മാറി അവൻ ഇറങ്ങി വരുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫിന്റെ വേഷം ആയതുകൊണ്ട് ഇവര് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പൊ അവൻ ഗംഗാപ്രസാദിനോട് ചോദിച്ചു, അതെ ഇപ്പൊ ഒരാളെ കണ്ടോന്ന് ചോദിക്കുകയാണ്. ഡ്രസ്സിന്റെ കളറൊക്കെ പറഞ്ഞു അവൻ അങ്ങോട്ടേക്ക് പോയല്ലോ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ കാർത്തിയും കല്യാണി എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് നീങ്ങുവാണ്. അപ്പൊ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ ലിഫ്റ്റിന്റെ അവിടെ അല്ല, ഡ്രസ്സിംഗ് റൂമിന്റെ അങ്ങോട്ടായി പോയേക്കുന്നേ. അവരവിടെ ചെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ഡ്രസ്സിംഗ് റൂമിനകത്ത് ഒരുത്തന്നെ ഇങ്ങനെ ഇടിച്ച് ഇഞ്ച പരുവാക്കി ഇട്ടേക്കോ. മൂക്കൂടം വായക്കൂടെ എല്ലാം ബ്ലഡ് വന്നിട്ട്. അത് അവിടുത്തെ സ്റ്റാഫായിരുന്നു. അവന്റെ ഡ്രസ്സ് പോലും ഇല്ല, വെറും നിക്കറ് മാത്രമായിട്ട് അവൻ അതിനകത്ത് കിടക്കുവാണ്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും ഒരു നിമിഷം കല്യാണി അലറി വിളിച്ചു. പിന്നീട് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഓടി വന്നു. അയാൾക്ക് വെള്ളം എല്ലാം കൊടുത്ത് അയാളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുവാണ്. ആ സമയം ഗംഗാപ്രസാദ് നേരെ പുറത്തേക്ക് ഓടി വന്നു. പുറത്തേക്ക് ഓടി വന്നിട്ട് എന്ത് ചെയ്യാണ്, വണ്ടിയെ കയറി അവിടുന്ന് രക്ഷപ്പെടുവാണ്. കല്യാണിയും കാർത്തികയും വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനെ കണ്ടില്ല. ആ സമയം അങ്ങോട്ടേക്ക് ഒരു പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അതിനെക്കുറിച്ച് ഗംഗാപ്രസാദിനെ കുറിച്ച് ചോദിക്കുകയാണ്, അയാളുടെ ഡ്രസ്സിന്റെ കളറൊക്കെ. അങ്ങനെ ഒരാൾ ഇവിടെ കണ്ടോന്ന് ചോദിച്ചു. ഇപ്പൊ ബൈക്കിന് കയറി ഒരാളും കൂടെ പോകുന്നുണ്ടല്ലോ എന്ന് പറയാം. എന്ത് ചെയ്യാനെന്ന് പറ, എന്തേലും ചെയ്യാൻ പറ്റുമോ? അവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഈ സമയം കാർത്തി പറഞ്ഞു, ഇനി ഇപ്പൊ അവനെ നോക്കിയിട്ട് കാര്യമില്ല കല്യാണി എന്ന് പറയാം. അതെന്താ, അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവന് ചെന്നൈയിലുള്ള പേരെന്താണെന്നറിയോ? മിന്നൽന്നാ. മിന്നലെന്നോ? അതെ, കാരണം അവനെ നമ്മൾ കാണുന്ന മിന്നൽ പോലെ ആയിരിക്കും. ഒന്ന് കണ്ട പിന്നെ അവനെ നമ്മൾ കണ്ണ് ചിമ്മി കഴിയുമ്പത്തേനും പിന്നെ കാണില്ല. അത്ര സ്പീഡിലായിരിക്കും അവൻ നമ്മുടെ മുന്നിൽ നിന്ന് മുങ്ങുന്നേ. ഇപ്പൊ അവൻ മുങ്ങിയിട്ടുണ്ട്, ഇനി എവിടെ പൊങ്ങാന്ന് പോലും പറയാൻ പറ്റില്ലെന്ന് പറയാ. ഇത് കേട്ട കല്യാണി ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ അവനെ കയ്യോടെ പിടികൂടണമല്ലോ.
അല്ല, കാർത്തിച്ച് എതിരായിട്ട് അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലോ, അതെന്താന്ന് ചോദിക്കാം. അത് പിന്നെ അവനെക്കുറിച്ച് ചിന്തിക്കുന്ന തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. പിന്നെ അവനെക്കുറിച്ച് അവന്റെ ഫോട്ടോ കണ്ടാൽ ഞങ്ങൾക്ക് സഹിക്കുമോ? അതുകൊണ്ട് ഞാനും അമ്മയൊന്നും അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കയ്യിലകത്ത് വെച്ചിട്ടില്ലെന്ന് പറയണം. അത് കഷ്ടമായിപ്പോയി. അല്ലെങ്കിൽ അത് കാണിച്ചാലും മതിയായിരുന്നു പറയണം. പെട്ടെന്ന് കല്യാണം പറഞ്ഞു, ഒരു ഐഡിയ ഉണ്ട്, ഇവിടെ CCTV ദൃശ്യങ്ങൾ കാണുമല്ലോ കടയിൽ, ഒന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ മാനേജർ അടുത്തേക്ക് എല്ലുവാണ്. പിന്നീട് കല്യാണി CCTV ദൃശ്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അയാൾ വെച്ച് എന്തിനാന്ന് ചോദിക്കുക. അല്ല, ഇവിടുത്തെ സ്റ്റാഫിനെ ഇടിച്ച് ഇഞ്ചി പരുവാക്കിയില്ലേ, അപ്പം അവനൊരു പക്ക ക്രിമിനലാണ് എന്ന് പറയണം. ആണോ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മോളെ, CCTV ദൃശ്യങ്ങൾ തരാൻ പറ്റില്ല. കുറച്ച് ദിവസം മുമ്പ് CCTV കേടായിപ്പോയി, ഇതുവരെയായിട്ട് അത് നന്നാക്കിയിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം കല്യാണിയും കാർത്തിയുടെ ഉള്ള പ്രതീക്ഷയും കൂടെ തകർന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലോ. പക്ഷേങ്കിൽ കാർത്തിക പറഞ്ഞ് സാരമില്ല കല്യാണി, എവിടെയെങ്കിലും വെച്ച് അവനെ ഇനിയും കാണും, ആ സമയത്ത് ഞാൻ കാണിച്ചുതരാം, ഇപ്പൊ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് മനോഹർ നേരെ വരുണിന്റെ വീട്ടിലേക്ക് എല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് സുഗന്ധിയാണ് വന്ന് കഥ തുറക്കുന്നത്. ഒരു നിമിഷം മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഇവരെന്താ ഈ സമയത്ത് വന്നേന്നുള്ള രീതിയിൽ ആ മോനോ കയറി വരാൻ പറയണം. അങ്ങനെ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന വരുണിനെ കണ്ടേ. വരുണിന് ഓടാനുള്ള അവസരം കിട്ടിയില്ല. പെട്ടെന്ന് വരുണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഒന്ന് അമ്പരന്നു. ഇവൻ ഏതാന്നുള്ള അർത്ഥത്തില്. പിന്നീട് സുഗന്ധി ചോദിച്ചു, ഇതാരാന്ന് ചോദിക്കുക. ഓ ഇതെന്റെ ആങ്ങളുടെ മകനാന്ന് പറയണം. പെട്ടെന്ന് വരുൺ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും രാഘവനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. വരും പറഞ്ഞു, എന്നെ മനസ്സിലായില്ലല്ലേ, എന്റെ പേര് ജാമ്പവാൻ എന്ന് പറയണം. ജാമ്പവാനാ? അതെ. ഓ, ഇവിടുത്തെ പേരുകളൊക്കെ ഭയങ്കര വെറൈറ്റി പേരുകളൊക്കെയാണ് മനോഹർ അറിയാം. അല്ല, നേരത്തെ വല്യച്ഛനും മോനാന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തായിരുന്നു, നന്ദികേശൻ എന്ന് പറയണേ. ഇത് കേട്ടതും വരും പറഞ്ഞു, എന്റെ പേര് ജാമ്പവാന. പിന്നെ വേറൊരു കസിൻ ഉണ്ട്, അവരുടെ മോന്റെ പേരെന്താണെന്നറിയോ? ലംബോദരൻ എന്ന് പറയാം. ആഹാ, കൊള്ളാലോ. ഇത് കേട്ടത് സുഗന്ധി പറഞ്ഞു, ഇവിടുത്തെ പേരുകളൊക്കെ വെറൈറ്റിയാ. ഇവിടുത്തെ വന്ദനമോളെ വിളിച്ചുകൊണ്ടിരുന്ന മണ്ടോദരി എന്നാ ശരിക്കുള്ള പേര്. മണ്ടോദരിയോ? അതെ, അവളെ ഞങ്ങൾ മണ്ടിന്ന് വിളിക്കുമായിരുന്നു പറയാം. ഇത് കേട്ട മനോഹർ ഇതെല്ലാം വിശ്വസിച്ചു. പിന്നെ അവൾക്ക് അത് പേര് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവള് വന്ദന എന്നുള്ള പേരിട്ടെ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ രാഘവൻ പറഞ്ഞു, അത് ശരിയാ മോനെ. അല്ല, എന്തിയാ വന്ദന എന്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പം അവന് മനസ്സിലായില്ല വരുണിനെ കണ്ടു കഴിഞ്ഞപ്പോ വന്ദനയാന്നുള്ള കാര്യം. വന്ദനയുടെ നല്ല ഷേപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആങ്ങളയുടെ മോനാണല്ലോ, അതുകൊണ്ട് ഷേപ്പ് വന്നായിരിക്കും എന്ന് മനോഹർ ഓർക്കുകയും ചെയ്തു. ഈ സമയത്ത് രാഘവൻ പറഞ്ഞു, അവള് കല്യാണം വിളിക്കാൻ പോയതാ, അവള് നന്ദികേശനും കൂടെ കല്യാണം വിളിക്കാൻ പോയേക്ക. കുറെ വീടെ കല്യാണം വിളിക്കാല്ലേന്ന് ചോദിക്കാം. അല്ല, മോന്റെ കല്യാണം വിളിയെ കഴിഞ്ഞോ? ഞാൻ അധികാരം വിളിക്കുന്നില്ല അങ്കിളെ, അതുകൊണ്ടാന്ന് പറയാം. ഓ ശരി. ഈ സമയത്ത് മനോഹർ പറഞ്ഞു, എന്നാ ശരി, ഞാൻ നിൽക്കുന്നില്ല, പോയേക്കാന്ന് പറയണം. പെട്ടെന്ന് വരും പറഞ്ഞു, അതെന്ത് പോക്കാ പോന്നേ, ഇവിടെ വരെ വന്നിട്ട് ആഹാരം കഴിക്കാതെ പോയി ശരിയാവോ? അത് ശരിയാവൂല, കല്യാണം ആയിട്ടില്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം കഴിച്ചോളാം. പെട്ടെന്ന് സുഗന്ധി പറഞ്ഞു, അതാ അതിന്റെ ഒരു മര്യാദ, കല്യാണം കഴിച്ചതിന് ശേഷം കഴിക്കുന്നതല്ലേ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു മനോഹർ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം രാഘവൻ പറഞ്ഞു, എടാ മോനെ, നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇറങ്ങി നടക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അമ്മേ, അല്ല അച്ഛാ, എന്താണെങ്കിലും എന്നെ കണ്ട അവലും മനസ്സിലായല്ലോ, മനസ്സിലാവാൻ പോകുന്നൊന്നുമില്ല, ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയാ. എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അവൻ കുറച്ച് നാളും കൂടെ ഇങ്ങനെ കിടന്ന് കളിക്കട്ടെ അച്ഛാ, അച്ഛൻ എന്താ ടെൻഷൻ അടിക്കണേ, അവസാനം മാത്രം അവൻ സത്യങ്ങളൊക്കെ അറിയാവുള്ളൂ എന്ന് പറയാ. പെട്ടെന്ന് രാഘവൻ ചോദിച്ചു, അല്ല നീ അങ്ങോട്ട് പോകാനാ? ഞാനിപ്പോ ഒരിടത്തേക്കും പോകുന്നില്ല, തൽക്കാലത്തേക്ക് എന്റെ മുറിക്കകത്ത് 2-3 പേരുണ്ട്, അവരെയാണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയത്ത് അവിടെ ജുബാനയും നിഷയും നിധിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്ന് വരുൺ അങ്ങോട്ട് എന്നതും പറഞ്ഞു, അതെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു, ഇപ്പോഴവനിവിടെ വന്നിട്ട് പോയാ മനോഹരം. ഇത് കേട്ട നിധി എന്നിട്ടോ? എന്നിട്ടെന്താ വന്നിട്ട് പോയി? അല്ല, വരുണിനെ കണ്ടായിരുന്നു ചോദിക്കണം. കണ്ടായിരുന്നു, പക്ഷെ അവൻ എന്നെ മനസ്സിലായില്ലെന്ന് പറയാ. ഇത് കേട്ടത് 3 പേരും ചിരിച്ചു. അപ്പോഴേക്കും നിഷ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലേ വരുണേട്ടനോട് എപ്പോഴും ഇങ്ങനെ ഈ വേഷത്തിൽ നിൽക്കില്ല, ഇടയ്ക്ക് ഒരുങ്ങി നിൽക്കണമെന്ന്. പിന്നെ എത്ര സമയം എന്ന് വെച്ചാ എന്റെ പെണ്ണിന്റെ മുന്നിലെങ്കിലും എനിക്ക് ഒറിജിനൽ വേഷത്തിൽ നിൽക്കണ്ടെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിധി ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് നിഷ പറഞ്ഞു, ഞങ്ങളിവിടെ കാത്തു നിന്ന് എന്തിനാണെന്നറിയാവോ? ചില കാര്യങ്ങൾ സംസാരിക്കാനും ചിലത് തരാനും വേണ്ടിട്ടാന്ന് പറയണം. തരാനോ എന്ത്? പിന്നീട് ഒരു ജ്വല്ലറി ബോക്സ് ഇങ്ങ് തുറന്നു. അതിനകത്ത് 2 റിങ്, ഒരെണ്ണം നിധയ്ക്കുള്ളതും ഒരെണ്ണം വരുണിനുള്ളതും. അല്ല, ഇതെന്താ റിങ്ങൊക്കെ? അത് പിന്നെ നിങ്ങളുടെ വരുണിന്റെ മനോഹരനെ കല്യാണ ദിവസം ഉണ്ടല്ലോ, അന്ന് വേണം നിധയുടെയും വരുണിന്റെയും കല്യാണം നടക്കാനെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ വാങ്ങിച്ച കല്യാണി ചേച്ചി പ്രത്യേകം പറഞ്ഞ് പണിയിച്ചാന്ന് പറയാം. എന്നിട്ട് എന്തി കല്യാണിച്ചിക്ക് അല്പം ധൃതി ഉള്ളതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറയണേ. ഓ അങ്ങനെ, ഇത് എവിടുന്നാ വാങ്ങിയെന്നറിയോ? മൂർത്തിസ് ജ്വല്ലറിന്നാ. കാര്യങ്ങളൊക്കെ കല്യാണിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടുത്തെ നയനേച്ചി ഇത് ഫ്രീ ആയിട്ട് കൊടുത്ത, പൈസയൊന്നും വാങ്ങിയിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ വരുമ്പോൾ ആഹാ, അത് കൊള്ളാലോ എന്നൊക്കെ പറയണം. അങ്ങനെ അവരവിടെ സന്തോഷിക്കുകയാണ്. ഈ സമയത്ത് രാഹുലും വിക്രവും കൂടെ
ഗംഗാപ്രസാദിനോട് കാത്തുകെട്ട് നിൽക്കുവാണ്. കാരണം ഗംഗാപ്രസാദ് അവരെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണം, ഒടുവിൽ ഗംഗാപ്രസാദ് അവരുടെ അടുത്തേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, അല്ല എന്താ ഗംഗെ കാണണമെന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കാം. അതെ, ഇന്ന് ഞാൻ തലനാഴിക്കാൻ രക്ഷപ്പെട്ടെ. ഒരു പക്ഷേങ്കിൽ എന്നെ മനസ്സിലായോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം. ആർക്ക് മനസ്സിലായി, എങ്ങനെ മനസ്സിലായി? ആകെപ്പാട് ടെൻഷനായിരുന്നു രാഹുലിന്. അത് ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയ സമയത്ത് കാർത്തിയും കല്യാണി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നെ പിടിക്കപ്പെട്ടോ എന്ന് പോലും അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടതും വിക്രം നിന്നോട് പറഞ്ഞിട്ടല്ലേ പുറത്തൊന്നും ഇറങ്ങി നടക്കല്ലെന്ന്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്നെ കണ്ട് മനസ്സിലായിട്ടൊന്നുമില്ല. അവനല്ല, കല്യാണിക്ക് കാർത്തിക്കും എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയാം. രാഹുലിന് സൂക്ഷിക്കണം. പറയാൻ പറ്റില്ല. ആ കല്യാണി എന്ന് പറയുന്നത് നല്ല ബുദ്ധിയുള്ളവളാന്ന് പറയാം. എത്ര ബുദ്ധി പ്രയോഗിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാം. പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു, നീ എന്റെ കൂടെ നിൽക്കണം. എന്റെ കൂടെ വന്നാൽ അതിന്റെ ഗുണം നിനക്ക് ഉണ്ടായിരിക്കും എന്ന് പറയാം. പിന്നീട് രാഹുലിനോട് അതിനെ ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടേ, പൈസ ഞാൻ തരാന്ന് പറയണേ. ഈ പറയുന്ന കാർത്തികയും ലക്ഷ്മി അമ്മയൊക്കെ എത്ര കോടി രൂപയുടെ ആസ്തി ഉള്ളതെന്ന് അറിയാവോ? കോടികളുടെയാ. 10-250 കോടി രൂപയുടെ ആസ്തി കാണും. പക്ഷേങ്കിൽ അവരെ തരാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളും എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ അതിൽ ഒരു ഭാഗം നിങ്ങൾക്ക് തരാന്ന് പറയണേ. ഇത് കേട്ടൻ വിക്രത്തിന്റെ കണ്ണുകളും തിളങ്ങി. ആഹാ, കൊള്ളാലോ, അവള് കുറെ എന്നെ പറ്റിച്ചാ, സ്വത്ത് തരാം അത് തരാം ഇത് തരാന്ന് പറഞ്ഞോണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ പറ്റിയൊരു അവസരമാണ്. ഞങ്ങൾ എന്തിനും ഏതിനും കൂടെ നിൽക്കാന്ന് പറയണേ. ഇത് കേട്ടതിന് രാഹുൽ ശരിയാ ഗംഗെ, ഞങ്ങൾ കൂടെ വന്നോളാം, നീ എന്ത് വേണം ചെയ്തോ, ഞങ്ങൾ ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.